ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള സുപ്രധാന ഒരു നാഴികക്കല്ലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ അംബാസിഡറായിട്ട് ട്രംപിൻ്റെ വിശ്വസ്തൻ സെർജിയോ ഗോർ അദ്ദേഹം സ്ഥാനമേറ്റിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ അംബാസഡർ മാത്രമല്ല, അദ്ദേഹം മധ്യ ഏഷ്യയുടെയും തെക്കൻ ഏഷ്യയുടെയും കൂടി അമേരിക്കൻ എൻവോയ്, അതായത് അമേരിക്കൻ ദൂതൻ ആയിട്ട് കൂടി പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട ആളാണ് സെർജിയോ ഗോർ. അപ്പോൾ ഒരു അംബാസഡർ ചുമതലയേൽക്കുന്നതിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ആ ചടങ്ങിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ആ ചടങ്ങിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ സുപ്രധാനമായൊരു പ്രഖ്യാപനമുണ്ട്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന സംഗതി ഇത്രയേ ഉള്ളൂ: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ വഷളായ സാഹചര്യമാണ് നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ വലിയ താരിഫ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇന്ത്യക്കെതിരെയുള്ള വ്യാപാര യുദ്ധം എന്ന രീതിയിലാണ് അത് ചിത്രീകരിക്കപ്പെട്ടത്. ഇന്ത്യക്കെതിരെ ആദ്യം 25% നികുതി പ്രഖ്യാപിച്ചു, പിന്നീട് അത് 50% ഉയർത്തി. അപ്പോൾ അതിന് ന്യായീകരണം പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അതുകൊണ്ട് റഷ്യ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നില്ല. റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കിയെങ്കിൽ മാത്രമേ റഷ്യ ഉക്രൈന് മേലുള്ള യുദ്ധം അവസാനിപ്പിക്കൂ. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കണം. ഇതായിരുന്നു ട്രംപിൻ്റെ ആവശ്യം. പക്ഷേ ഇന്ത്യ എടുത്ത നിലപാട് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വവും ഇന്ധന സുരക്ഷിതത്വവും ജനങ്ങളുടെ താല്പര്യവും പരിഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരും എന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ, പല റൗണ്ട് ചർച്ചകൾ, ഏതാണ്ട് 5 റൗണ്ട് ചർച്ചകൾ ഇതിനോടകം പൂർത്തിയായി. ഈ 5 റൗണ്ട് ചർച്ചകളും കാര്യമായ പുരോഗതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു. ഏതാണ്ട് ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ്, ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിച്ചു, ഇന്ത്യയുമായി വലിയ താമസമില്ലാതെ ഒരു ധാരണയിലേക്ക് എത്തും, അതായത് ഒരു വ്യാപാര കരാർ വലിയ താമസമില്ലാതെ ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ്. അതായത്, അവർ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം, പക്ഷേ കുറച്ചു കഴിഞ്ഞ് അവരെന്നോട് അതിയായ സ്നേഹം അവർക്കുണ്ടാകും. അപ്പോൾ ട്രംപ് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച 50% വരെയുള്ള താരിഫിൽ അമേരിക്ക വലിയ വെട്ടിക്കുറവ് വരുത്തും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യക്ക് 15 മുതൽ 16% വരെ നികുതിയിൽ ഒരു വ്യാപാര കരാറിന് ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പ്രതികരണവും പ്രസ്താവനയും നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ബമ്പർ ലോട്ടറി അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്ക് തരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഒരു പക്ഷേ 10നും 15നും ഇടയിലുള്ള താരിഫിൽ അമേരിക്ക ഇന്ത്യ ധാരണയാകും. ഈ ഒരു താരിഫിലേക്ക് അമേരിക്കയെ എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഇക്കാലം അത്രയും പരിശ്രമിച്ചത്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ഈ വ്യാപാര കരാർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നത്. അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ അളവ് വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള താരിഫിൽ നിങ്ങൾ കുറവ് വരുത്തുമോ? അപ്പോൾ ട്രംപ് പറയുന്നു, തീർച്ചയായിട്ടും ഇന്ത്യ വാക്കുപാലിച്ചു, അപ്പോൾ അതനുസരിച്ച് ഇന്ത്യക്കെതിരെയുള്ള താരിഫിലും വലിയ വെട്ടിക്കുറവ് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സെർജിയോ ഗോർ ഇന്ത്യയിലേക്ക് ചുമതലയേൽക്കുന്നു. അപ്പോൾ സെർജിയോ ഗോർ അവിടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് ട്രംപ് സെർജിയോ ഗോറിനോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതും ഇങ്ങനെയാണ്: ഇന്ത്യ മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ്, പൗരാണികത നിർമ്മിതികളേറെയുള്ള വലിയ ഒരു ജനാധിപത്യ സംവിധാനം, ഏതാണ്ട് 150 കോടിയോളം വരുന്ന ജനസംഖ്യ ഉള്ള ഒരു സ്ഥലം. ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് അടുത്ത സൗഹൃദമുണ്ട്. വ്യാപാരപരമായും തന്ത്രപരമായും ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. അപ്പോൾ ഈ ബന്ധം കാത്തു സൂക്ഷിക്കാൻ, പ്രത്യേകിച്ചും അമേരിക്കൻ ഒരു പ്രതിനിധിയായിട്ട് വരുമ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അദ്ദേഹത്തെ പറയുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ ഈ ബന്ധം സുദൃഢമാക്കുക, ഒപ്പം തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അമേരിക്കയിലേക്ക് ധാരാളമായി നിക്ഷേപം സ്വരൂപിക്കുക, ഈ ചുമതലകളുമായിട്ടാണ് സെർജിയോ ഗോർ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ട്രംപ് അദ്ദേഹത്തിന് ആശംസാ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ചത്. സെർജിയോ ഗോർ പക്ഷേ ഈ കിട്ടിയ അവസരത്തിന് വലിയ നന്ദിയാണ് പറയുന്നത്. ഇന്ത്യയെ പോലൊരു രാജ്യത്തിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സെർജിയോ ഗോർ എന്ന് പറയുന്നയാള് വലിയ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള, നയതന്ത്ര പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ട്രംപിൻ്റെ വിശ്വസ്തനാണ്. ട്രംപിൻ്റെ പ്രചാരണ പരിപാടികളിലടക്കം വലിയ രീതിയിൽ പങ്കെടുത്ത ഒരാളാണ് സെർജിയോ ഗോർ. അപ്പോൾ അദ്ദേഹം നേരത്തെ
അദ്ദേഹത്തെ സെനറ്റ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അദ്ദേഹത്തെ ഇന്ത്യൻ അംബാസഡറായിട്ട് ട്രംപ് നോമിനേറ്റ് ചെയ്തത്. അതിനുശേഷം സെപ്റ്റംബറിൽ നടന്ന സെനറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ആ നാമനിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ ഈ സെർജിയോ ഗോറ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ സെർജിയോ ഗോറിന് മുമ്പിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിക്കപ്പുറം ഏഷ്യയിൽ, അതായത് മധ്യ ഏഷ്യയിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രതിനിധിയാണ്. മധ്യ ഏഷ്യയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം, അതേപോലെ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇനി സെർജിയോ ഗോറിൻ്റെ പരിഗണനാ വിഷയമായി വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലും അദ്ദേഹത്തിൻ്റെ നയചാരുതി തെളിയിക്കേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ട് തന്നെ നമ്മൾ കരുതണം. കാര്യം അദ്ദേഹം ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെ വിശ്വാസം ഇതിനോടകം നേടിയെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ വാചകം ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ അവർ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഭാവിയിൽ അവരെന്നെ അകമറിഞ്ഞ് സ്നേഹിക്കും. നേരത്തെ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച താരിഫ് ആ വർധന പിൻവലിക്കുന്നത് സംബന്ധിച്ച് നമ്മുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ നവംബർ 5-ാം തീയതി 5-ാം വട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്തും അദ്ദേഹം നടത്തിയ പ്രതികരണം ചില സെൻസിറ്റീവ് വിഷയങ്ങളിൽ, അതായത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യത, ഒരു കരാറാകുമ്പോൾ എല്ലാ വശങ്ങളും പരിഗണിക്കണമല്ലോ. അപ്പോൾ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിൽ ഇപ്പോഴും ധാരണയാകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളിൽ ഒരു അന്തിമ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ നവംബർ 5-ലെ ഇത്തരത്തിലുള്ള ഇന്ത്യ അമേരിക്ക ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിലോട്ട് പോയാണ് ഈ ചർച്ചകളൊക്കെ നടത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യ വാരമായിരുന്നു ആ സംഭവം. അപ്പോൾ ഈ ചർച്ചകൾ കാര്യമായ പുരോഗതി ഉണ്ടായി. ഇന്ത്യൻ സംഘത്തെ ഇന്ത്യയുടെ വാണിജ്യകാര്യ വകുപ്പ് സെക്രട്ടറി രാജേഷ് അഗർവാളാണ് നയിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ മുൻനിർത്തി ഉള്ള ചർച്ചകളാണ് ഇതുവരെ നടന്നേക്കുന്നത്. അമേരിക്കയ്ക്ക് വലിയ താല്പര്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും ജനിതക പരിവർത്തനം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിൽ വിറ്റഴിക്കണം, അമേരിക്കയുടെ ഡയറി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി കണ്ടെത്തണം എന്നതടക്കമുള്ള താല്പര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഇന്ത്യ അക്കാര്യത്തിൽ കർക്കശ നിലപാടെടുക്കുന്നു. അതോടൊപ്പം നികുതി, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ നികുതി ഇന്ത്യ ചുമത്തുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആക്ഷേപം. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ അനുഭാവപൂർവമായ സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേ കാര്യങ്ങളിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിനർത്ഥം പൂർണ്ണമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു നൽകുക എന്നതല്ല എന്ന് കേന്ദ്ര സർക്കാർ അടിവരയിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള അന്തിമ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടുത്ത വർഷം ആദ്യം ജനുവരിയോടുകൂടി ഇന്ത്യയിൽ സന്ദർശനം നടത്തും എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഒരുപക്ഷെ ട്രംപിന്റെ സാന്നിധ്യത്തിലാകാം, ഇന്ത്യയിൽ അദ്ദേഹം വരുന്ന സമയത്താകാം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക.